നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അക്ഷയ കേന്ദ്രങ്ങൾക്കും സംരംഭകർക്കും സർക്കാർ നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അക്ഷയ പ്രസ്ഥാനം നവീകരിക്കുന്നതിനും ശ്രമമുണ്ടാകണം. ക്ലർക്ക്, പ്യൂൺ തസ്തികകളിൽ നിയമനം നടത്തണമെന്ന് ആവശ്യം. കോട്ടയത്ത് സോണൽ ഓഫീസിന് മുന്നിൽ ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ കൂട്ടധർണ. ഭരണങ്ങാനം ഒരുങ്ങി. അൽഫോൻസ തിരുനാളിന് 19-ന് കൊടിയേറും. പ്രധാന തിരുനാൾ 28-ന്. വാർത്തകൾ വിശദമായി. അക്ഷയ കേന്ദ്രങ്ങൾക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് ഫേസിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് 22 വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകിയിരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയയ്ക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കോട്ടയത്ത് ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഫേസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കൂടുതൽ അപേക്ഷകൾ അക്ഷയ വഴി നൽകുന്നതിനും അക്ഷയ പ്രസ്ഥാനത്തെ നവീകരിക്കുന്നതിന് ശ്രമമുണ്ടാകണമെന്നും MLA അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും അക്ഷയ കേന്ദ്രത്തിലൂടെ വരണം എന്ന് പറയാറുണ്ട്. നല്ലതാണ്. അപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ വന്നാലൊരു ഗുണം, യഥാർത്ഥത്തിൽ അതിനകത്ത് തെറ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളെല്ലാം മൈൻഡ് അപ്ലൈ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതുകൊണ്ടെല്ലാം കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയും. ഗവൺമെന്റിന്റെ അപേക്ഷാ ഫോറുകളൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. എന്താ തെറ്റ്? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കണം. പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അക്ഷയ കേന്ദ്രത്തിലൂടെ പോകുന്നത് കൊണ്ട് എന്താ തെറ്റ്? അതെല്ലാം ഭംഗിയായി നിറവേറ്റപ്പെടുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളുടെ വിപുലീകരണം ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ അക്ഷയ കെയർ കുടുംബസഹായ നിധി മരണപ്പെട്ട 2 അക്ഷയ സംരംഭകരുടെ കുടുംബങ്ങൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈമാറി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അക്ഷയ സംരംഭക പ്രതിനിധികൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഫെഡറൽ ബാങ്ക് ജീവനക്കാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നാഗമ്പടത്തെ സോണൽ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ക്ലർക്ക്, പിയൂൺ, സ്വീപ്പർ തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക, കരാർ, പുറം കരാർ തൊഴിലുകൾ നിർത്തലാക്കുക, തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കൂട്ടധർണ സംഘടിപ്പിച്ചത്. ജീവനക്കാർക്കെതിരായ പ്രതികാര നടപടികൾ മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ജീവനക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. മലയാളികളുടെ അഭിമാനമുയർത്തിയ ബാങ്ക് ജീവനക്കാരുടെ ഐക്യത്തെ കാണാതിരിക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, ഹരിശങ്കർ, മാത്യൂസ് ജോർജ്, ജോർജി ഫിലിപ്പ്, MR സുജിത് രാജു, നഹാസ് P സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അൽഫോൻസ തിരുനാളിന് ഭരണങ്ങാനം ഒരുങ്ങി. ഈ മാസം 19-ന് രാവിലെ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടി ഉയർത്തും. 28-നാണ് പ്രധാന തിരുനാൾ. വിശുദ്ധ അൽഫോൻസാമയുടെ സ്വർഗപ്രവേശനത്തിന്റെ 78-ാം പിറന്നാൾ ആഘോഷം ജൂലൈ 19 മുതൽ 28 വരെ ആഘോഷിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ 19-ന് രാവിലെ 11:15-ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടി ഉയർത്തുന്നതോടെ ആരംഭിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം, ബിഷപ്പ് എമരിറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ, രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മറ്റ് വികാരി ജനറൽമാർ എന്നിവർ പങ്കെടുക്കും. ജൂലൈ 19-ന് തുടങ്ങി 28 വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മോറൻമോർ ബെസേലിയസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ, സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോസഫ് ആലഞ്ചേരി, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം, കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടം, താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ,
കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ മാത്യു അറക്കൽ തുടങ്ങിയവർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 28-ന് രാവിലെ പാലാ രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും. തുടർന്ന് 7 മണിക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് കബറിടത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഇടവക ദേവാലയത്തിൽ രാവിലെ 10:30-ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി റാസ അർപ്പിച്ച് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് 1 മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 5:30, 6:45, 8:30, 10, 11:30, ഉച്ചകഴിഞ്ഞ് 2:30, 4, 5, 7 എന്നീ സമയങ്ങളിലായി 9 വിശുദ്ധ കുർബാനകൾ തീർത്ഥാടന കേന്ദ്രം ദൈവാലയത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ ഭരണങ്ങാന തിരുനാളിന് എല്ലാവിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11:15 പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തും. അപ്പോൾ പാലായുടെ വലിയ പിതാവ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലും ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടവും ആ തിരുക്കർമ്മത്തിന് സാക്ഷികളായിട്ടുണ്ടാവും. പാലായുടെ വികാരി ജനറലച്ചന്മാരും മറ്റ് പൊതുജനങ്ങളുമെല്ലാം ഇതിൽ പങ്കുചേരും. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനും സാമൂഹ്യവിരുദ്ധരിൽ നിന്നും സംരക്ഷണത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും സിവിൽ അധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമ്പൂർണ്ണ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഷ്രെയിൻ ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഫൊറോന വികാരി ഫാദർ സഖറിയാസ് ആലപ്പാട്ട്, തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസീസ് ആനിത്തോട്ടം, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഈ വർഷത്തെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. USS പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ 40 കുട്ടികളുടെ കൂട്ടായ്മയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം. വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണിത്. 8, 9, 10 ക്ലാസുകളിലെ 40 വീതം കുട്ടികൾ അടങ്ങുന്ന കൂട്ടായ്മയാണിത്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളിയിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിധിയെ കണ്ടെത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമെന്നും മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വമുള്ളവരായി കുട്ടികൾ മാറണമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സഞ്ചരിക്കും, നിധികൾ അന്വേഷിച്ച് അവസാനം കുറേ കാലം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങി വെച്ചെടുത്ത് തന്നെയാണ് നമ്മുടെ നിധികൾ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ നിധികൾ എന്നുള്ളത് തിരിച്ചറിയാൻ ഒരുപാട് കാലം. അത് നമ്മുടെ ഉള്ളിലുള്ള ആ നിധിയെ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനം. അത് കണ്ടെത്തുന്നവൻ ജീവിതത്തിൽ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. കാഞ്ഞിരപ്പള്ളി DEO ET രാകേഷ് അധ്യക്ഷനായി. കോർഡിനേറ്റർ രാജേഷ് കെ രാജു, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് HSS ഹെഡ്മാസ്റ്റർ PJ തോമസ്, DDE ഡോക്ടർ K അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികൾക്ക് വായിക്കാൻ പുസ്തകങ്ങൾ നൽകുകയും സ്റ്റഡി ടൂർ നടത്തുകയും ചെയ്യും. 4 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ഒരു വർഷം ചെലവാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. 3 വർഷമായി വൃക്കരോഗത്തിന് ചികിത്സ തേടുന്ന വാഴൂർ സ്വദേശിയായ സുരേന്ദ്രൻ KS എന്ന കുടുംബനാഥൻ കനിവിനായി സുമനസുകളുടെ സഹായം തേടുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ചികിത്സ പോലും തുടരാനാവാത്ത ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ. വാഴൂർ തീർത്ഥപാദപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇടപ്പള്ളിയിൽ വീട്ടിൽ സുരേന്ദ്രൻ KS ആണ് 3 വർഷമായി വൃക്കരോഗത്താൽ വലയുന്നത്. കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ അസുഖബാധിതനായതോടെ കുടുംബവും പട്ടിണിയിലായി. മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്തിരുന്നു. എന്നാൽ അവിടെ രോഗികളുടെ തിരക്കേറിയതോടെ സുരേന്ദ്രന്റെ ചികിത്സ ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലേക്ക് മാറ്റി. എന്നാൽ ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇവിടെ 4000 രൂപ വേണം. സുമനസുകളുടെ സഹായത്താൽ കുറച്ചുനാൾ മുൻപ് വരെ ചികിത്സ തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും പറ്റാതായി. ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തിരക്ക് കൂടുതലായിട്ട് പ്രൈവറ്റിലോട്ട് പോകാൻ പറഞ്ഞു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കഴുത്തേലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരുമാതിരിപ്പെട്ട ആശുപത്രിയിലൊന്നും കഴുത്തേ ചെയ്യത്തില്ല. അത് കാരണം കിട്ടിയത് മെഡിസിറ്റിയില്ല, പാല. വലിയ 1-2 ഡയാലിസിസ് എൻ്റെ മുടങ്ങിയിട്ടുണ്ട്. ഇത് ശനിയാഴ്ച പോകേണ്ടതാണ്. സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുമാണ്. വീട്ടുകാരും ചെലവും എല്ലാം കൂടെ വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്.
ഈ വീട് വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 3-4 മാസമായിട്ട് വാടക പോലും കൊടുക്കുന്നില്ല. രോഗിയായ സുരേന്ദ്രനെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ ഭാര്യ സുനിതയ്ക്കും വരുമാന മാർഗങ്ങളൊന്നുമില്ല. വളരെയേറെ ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആഴ്ച 3 ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു. ഇപ്പം ഡോക്ടർമാർ ഒന്നും പറയുന്നില്ലായിരുന്നു. ചോദിച്ചപ്പോൾ 2 കിഡ്നിക്കും കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ ഡയാലിസിസ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 3 അവിടെ ചെയ്തു, ബാക്കി അടുത്ത ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പോൾ പാലാ മെഡിസിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആഴ്ച 3 ചെയ്യണം. അപ്പം ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, പിള്ളേരുടെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും. ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അത് കാരണം വളരെ സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ട് കഴിയുകയാണ്. ഒരു ദിവസത്തെ പോക്ക് 4000 രൂപയാകും. ആഴ്ച 3 ഡയാലിസിസാണ്. നാട്ടുകാരുടെ മറ്റ് സഹായം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താമസിക്കുന്ന വീടിന്റെ വാടക കൊടുത്തിട്ട് മാസങ്ങളായി. എപ്പോൾ വേണമെങ്കിലും ഉടമ ഇറക്കിവിടാവുന്ന സ്ഥിതിയിലാണ്. സുരേന്ദ്രന് ചികിത്സ തുടരുന്നതിനും പറക്കമുറ്റാത്ത 2 മക്കളെ പഠിപ്പിക്കുന്നതിനും നല്ലവരായ ആളുകളുടെ സഹായം കൂടിയേ തീരൂ. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9562246691. കൂടാതെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാഴൂർ ശാഖയിൽ സുരേന്ദ്രന്റെ പേരിൽ 3670673222 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും അത് നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും സംഘാടകർ പറയുന്നു. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി നയിക്കുന്ന ജീവസംരക്ഷണ സന്ദേശയാത്ര കോട്ടയത്തെത്തി. സന്ദേശയാത്രയ്ക്ക് നാഗമ്പടത്ത് സ്വീകരണം നൽകി. ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും അത് നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും ഇവർ പറയുന്നു. ഫാദർ ജോസഫ് ബാബു പൂവത്തിങ്കൽ, ഫാദർ ക്ലീറ്റർ കതിർപ്പറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടപ്പാട്ടൂർ വിഗ്രഹ ദർശന ദിനാഘോഷം ഞായറാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 വിഗ്രഹ ദർശന സമയത്ത് വിശേഷാൽ ദീപാരാധന നടക്കും. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ 14 ഞായറാഴ്ച വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ധാരാനാമജപം, മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി പറമ്പൂരിലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രസന്നിധി അഭീഷ്ടകാര്യസിദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ്. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര, അഷ്ടാഭിഷേകം, ചന്ദനം ചാർത്ത്, ഉമാമഹേശ്വര പൂജ, സ്വയംവരാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ സാധാരണ പ്രധാനവുമാണ്. ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയാണുള്ളത്. എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാർന്നുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രമെന്നുള്ളത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. വിഗ്രഹ ദർശന വാർഷിക ദിനമായ ജൂലൈ 14 പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ധാരാനാമജപം എന്നിവയ്ക്കു ശേഷം ഉച്ചകഴിഞ്ഞ് വിഗ്രഹ ദർശന സമയമായ 2:30 വിശേഷാൽ ദീപാരാധന നടക്കും. ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 64ാമത് വിഗ്രഹ ദർശന ദിനമായ ജൂലൈ 14 പുലർച്ചെ 5 നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, 6 മുതൽ ധാരാനാമജപം, 9:30 മുതൽ മഹാപ്രസാദൂട്ട്, വിഗ്രഹ ദർശന സമയമായ 2:30 വിശേഷാൽ ദീപാരാധന, 3 മണിക്ക് തിരുവരങ്ങിൽ ഓട്ടംതുള്ളൽ, ഭരതനാട്യം, 5 മണിക്ക് ഹരികഥ, വൈകിട്ട് 6:30 ദീപാരാധന, 7 മണിക്ക് സോപാന സംഗീതം, 8 മണിക്ക് ഘടം മാത്രം ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടി മോദം, മോഹന ഘടനാദം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദമൂട്ടിന് 501 പറ അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജികുമാർ PS, സെക്രട്ടറി ശശികുമാർ VS, ഖജാൻജി ബാബു KR, മനോജ് കുമാർ, മധുസൂദനൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊളിറ്റിക്കൽ സയൻസ് എക്സലൻസ് അവാർഡ് വിതരണം പാലായിൽ നടന്നു. ജില്ലയിലെ 50-ലധികം സ്കൂളുകളിൽ നിന്നായി 115 വിദ്യാർത്ഥികൾ അവാർഡുകൾ ഏറ്റുവാങ്ങി. കോട്ടയം ജില്ലാ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് ഫോറമാണ് പൊളിറ്റിക്കൽ സയൻസ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തത്. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു.
മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. കോട്ടയം ജില്ലയിലെ 50-ൽ പരം സ്കൂളുകളിൽ നിന്നുള്ള 115 കുട്ടികളാണ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തത്. പാലാ സെന്റ് തോമസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ തോമസ് കുട്ടി എബ്രഹാം, പ്ലാസനാൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോബിച്ചൻ ജോസഫ്, ജനറൽ കൺവീനർ ബൈജു ജേക്കബ്, സംഘാടക സമിതി അംഗങ്ങളായ ബിജു കുര്യൻ, കവിത VR തുടങ്ങിയവർ പങ്കെടുത്തു. പൊളിറ്റിക്കൽ സയൻസ് കരിയർ സാധ്യതകളെക്കുറിച്ച് നടന്ന ബോധവൽക്കരണ സെമിനാറിന് റീന റെജി തോമസ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി നടത്തുന്ന MSc യോഗ ആൻഡ് ജെറിയാട്രിക് കൗൺസിലിംഗ് പ്രോഗ്രാം പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 4 സെമസ്റ്ററിലും ഹൈബ്രിഡ് രീതിയിലാണ് ക്ലാസുകൾ നടക്കുകയെന്ന് അധികൃതർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജെറിയാട്രിക് മേഖലയെ നമ്മളൊന്ന് ഇതിലൂടെ ഉൾപ്പെടുത്തുന്നു, പഠനത്തിൽ ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഏജ് ബാറില്ല. നമ്മുടെ കോഴ്സിന് ഒരു ഡിഗ്രി പാസ്സായ ആർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. അത് ഒരു ഹൈബ്രിഡ് മോഡിലാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുക. ഫുൾ ഓൺലൈൻ ആയിരിക്കില്ല, ഫുൾ ഓഫ്ലൈനും ആയിരിക്കില്ല. കഴിഞ്ഞ തവണ നമ്മൾ ഈ കോഴ്സ് നോട്ടിഫൈ ചെയ്തപ്പോൾ ഓൺലൈൻ രീതിയിലാണ് നോട്ടിഫൈ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് UGCയിൽ ഒരു പബ്ലിക് നോട്ടീസ് വരികയും കഴിഞ്ഞ നവംബറിൽ അതിനെപ്പറ്റി ഒരു ചർച്ച യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുകയും അതിൻ്റെ ഭാഗമായി ഓഫ്ലൈൻ കണ്ടന്റ് കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ നമ്മൾ കോഴ്സ് നോട്ടിഫൈ ചെയ്യുന്നത്. ഒരു സെമസ്റ്ററിൽ 2 മാസത്തോളം ഓഫ്ലൈൻ കമ്പോണന്റ് ഉണ്ടാവും. അറിയിപ്പ്: തെരുവ് നായകൾക്കുള്ള ABCR പ്രോഗ്രാമിലേക്ക് നായപിടുത്തക്കാരെ നിയമിക്കുന്നതിന് ജൂലൈ 15 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തുന്നു. നായകളെ പിടിക്കുന്നതിൽ മുൻകാല പരിചയവും ആഭിമുഖ്യവുമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിലെഴുതിയ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം കളക്ടറേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ എത്തണം. ഫോൺ 048125637726. സ്ത്രീകൾക്കും കുട്ടികൾക്കും കരാട്ടെ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ജൂലൈ 14 പൊൻകുന്നം ജനകീയ വായനശാലയിൽ വെച്ച് നടക്കും. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക 9496524960. വിവിധ സർക്കാർ ITIകളിൽ 2024 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചവരിൽ ഇനിയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവർ ജൂലൈ 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി തൊട്ടടുത്ത ITIയിൽ ഹാജരായി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഫോൺ 9485080024. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷയ കേന്ദ്രങ്ങൾക്കും സംരംഭകർക്കും സർക്കാർ നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അക്ഷയ പ്രസ്ഥാനം നവീകരിക്കുന്നതിനും ശ്രമമുണ്ടാകണം. ക്ലർക്ക്, പ്യൂൺ തസ്തികകളിൽ നിയമനം നടത്തണമെന്ന് ആവശ്യം. കോട്ടയത്ത് സോണൽ ഓഫീസിന് മുന്നിൽ ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ കൂട്ടധർണ. ഭരണങ്ങാനം ഒരുങ്ങി. അൽഫോൻസ തിരുനാളിന് 19 കൊടിയേറും. പ്രധാന തിരുനാൾ 28. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.